വർഷത്തിൽ ഏറ്റവും അധികം ഉത്സവം നടക്കുന്ന അപൂർവ ക്ഷേത്രമായ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവാംശത്തിന് പിന്നിലെ ഐതിഹ്യം നിങ്ങൾക്കറിയാമോ? കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു തൃപ്പൂണിത്തുറ. കൊച്ചി രാജവംശത്തിൻ്റെ പരദേവതയായിരുന്നു പൂർണ്ണത്രയീശൻ. അനന്തൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. ഇവിടെ മഹാവിഷ്ണു സന്താനഗോപാലമൂർത്തിയാണ്. സന്താനഗോപാലമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണനും അർജുനനുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ തന്നെ നിലവിലുള്ള വിഗ്രഹരൂപം ദ്വാപരയുഗം മുതൽ നിലനിൽക്കപ്പെടുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ വസിക്കുന്ന കാലത്താണ് പ്രതിഷ്ഠയ്ക്ക് ആസ്പദമായ കഥ നടക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ പ്രസിദ്ധമായ സന്താനഗോപാല കഥയുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവകഥ. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് വില്ലാളി വീരനായ അർജുനന് തനിക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന അഹംഭാവം ഉടലെടുത്തു. അഹംഭാവം ആർക്കും നന്നല്ലല്ലോ, അതും ഭഗവാനോട് ഏറെ അടുത്തിരിക്കുന്നവർക്ക്. ഭഗവാന് ഭഗവാന്റെ പ്രിയ സുഹൃത്തായ അർജുനൻ്റെ അഹംഭാവം മുളയിലേ നുള്ളിക്കളയണമെന്ന് തോന്നി. അതിനായി ഒരവസരം കാത്തിരുന്നു. ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിലെത്തുകയുണ്ടായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീകൃഷ്ണൻ്റെ സദസ്സിലേക്ക് ഒരു ബ്രാഹ്മണൻ തൻ്റെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ മൃതശരീരവും കൊണ്ടുവരികയുണ്ടായി. അക്കാലത്ത് പ്രകൃതിക്ഷോഭങ്ങൾ, ശിശുമരണങ്ങൾ എന്നിവയ്ക്ക് ഉത്തരവാദി രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരുടെ പ്രവൃത്തികളായിരുന്നത്രേ. അതിനാലാണ് ബ്രാഹ്മണൻ ദ്വാരകയിൽ വന്ന് ശ്രീകൃഷ്ണനെ കണ്ട് തൻ്റെ ദുഃഖങ്ങൾ അറിയിച്ചത്. ഇത് തൻ്റെ 9ാമത്തെ കുട്ടിയാണെന്നും ഇതിനു മുൻപുണ്ടായിരുന്ന 8 കുട്ടികളും പ്രസവത്തോടെ മരിച്ചു പോവുകയാണ് ഉണ്ടായതെന്നും ഇതിനെല്ലാം കാരണം ഭഗവാൻ കൃഷ്ണനാണെന്നും അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. എന്നാൽ യാദവ സദസ്സിലെ മൗനം ഭഞ്ജിച്ചുകൊണ്ട് ഇനി ഇതുപോലൊരു പ്രശ്നമുണ്ടാകില്ലെന്നും അടുത്ത കുട്ടിയെ താൻ സംരക്ഷിക്കുമെന്നും അർജുനൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ആദ്യം ബ്രാഹ്മണൻ അത് കാര്യമാക്കിയില്ല. എന്നാൽ അർജുനൻ 10ാമത്തെ കുട്ടി കൂടി മരിക്കുകയാണെങ്കിൽ താൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. യമനെ കൂടി ജയിക്കാൻ കഴിവുള്ള ഇന്ദ്രനന്ദനായ എൻ്റെ ശരകൂടത്തിൻ്റെ സംരക്ഷണയിൽ താങ്കളുടെ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് യമഭയം ഉണ്ടാവുകയില്ല എന്നും യമന് ശരകൂടത്തിനകത്ത് വരാനുള്ള ധൈര്യം ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞതോടുകൂടി ബ്രാഹ്മണന് അർജുനനിൽ വിശ്വാസമുണ്ടായി. അങ്ങനെയിരിക്കെ ആ ബ്രാഹ്മണൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി. അർജുനൻ തൻ്റെ കുട്ടിയെ രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച ബ്രാഹ്മണൻ അർജുനനെ പോയി കണ്ട് തൻ്റെ ഭാര്യയെയും കുട്ടിയെയും സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അമ്പുകൾ കൊണ്ട് വലിയൊരു മാളിക പണിത അർജുനൻ പ്രസവം അവിടെ വെച്ചാകാമെന്ന് അറിയിച്ചു. എന്നാൽ ഇത്തവണ കുട്ടിയുടെ മൃതശരീരം പോലും കാണുവാനായില്ല. അർജുനൻ 3 ലോകങ്ങളിലും പോയി അന്വേഷിച്ചു. എങ്കിലും കുട്ടികളെ അവിടെ എങ്ങും കാണുവാൻ സാധിച്ചില്ല. അനന്തരം ദുഃഖിതനായ അർജുനൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു.